പാകിസ്ഥാൻ്റെ അതിർത്തിയിൽ വിന്യസിക്കാനായി ഇന്ത്യക്ക് ഒരു പുതിയ ആയുധം ലഭിച്ചിരിക്കുന്നു. അത് അപ്പാഷെ ഹെലികോപ്റ്ററുകളാണ്. അമേരിക്കയാണ് ഈ അപ്പാഷെ ഹെലികോപ്റ്ററുകൾ നമുക്ക് തരുന്നത്. അപ്പാഷെ ഹെലികോപ്റ്റർ അമേരിക്ക നമുക്ക് തരുമ്പോൾ അത് പാകിസ്ഥാൻ്റെ അതിർത്തിയിലാണ് നമ്മൾ വിന്യസിക്കുക എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഈ രാജ്യവുമായിട്ടുള്ള സംഘർഷങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ ശക്തി കൂടുതൽ വർദ്ധിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് അമേരിക്ക 64E അപ്പാഷെ കോമ്പാക്ട് ഹെലികോപ്റ്ററുകളുടെ ആദ്യ ശേഖരം ഇന്ത്യൻ സൈന്യത്തിന് നൽകിയിരിക്കുന്നത്. ആദ്യ ശേഖരത്തിൽ അമേരിക്ക ആകെ 3 അപ്പാഷെ ഹെലികോപ്റ്ററുകൾ നൽകി. രാത്രിയുടെ ഇരുട്ടിൽ പോലും ലക്ഷ്യങ്ങൾ കണ്ടെത്താനും കൊല്ലാനും ഈ ഹെലികോപ്റ്ററിന് കഴിവുണ്ട്. വളരെ കാലമായി അമേരിക്കൻ സൈന്യത്തിൽ വിന്യസിച്ചിരുന്ന ഈ ഹെലികോപ്റ്ററിന് വലിയ ഡിമാൻഡാണ്. ഇതുവരെ ഈ ഹെലികോപ്റ്റർ ഏകദേശം 20 രാജ്യങ്ങൾക്ക് അമേരിക്ക കൈമാറി. സ്രോതസ്സുകളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളനുസരിച്ച് പാകിസ്ഥാൻ അതിർത്തിയിൽ ഈ ഹെലികോപ്റ്റർ വിന്യസിക്കാൻ ഇന്ത്യ ഒരുങ്ങുകയാണ്. ജൂലൈ 2 ഈ ഹെലികോപ്റ്ററിന്റെ വിതരണത്തിനായുള്ള കാത്തിരിപ്പ് അവസാനിക്കുമെന്നും ഈ മാസം അത് ഇന്ത്യയിൽ എത്തിയേക്കാമെന്നുള്ള വാർത്തകൾ നേരത്തെ തന്നെ വന്നിരുന്നു. ഗാസിയാബാദിലെ ഹിൻഡൻ വ്യോമസേന സ്റ്റേഷനിൽ അപ്പാഷെ ഹെലികോപ്റ്റർ ഇറങ്ങുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ഹെലികോപ്റ്ററിനെ എയർ ടാങ്ക് എന്ന് വിളിക്കുന്നു. അമേരിക്കയിൽ നിന്ന് വരുന്ന AH-64ES അപ്പാഷെ ഹെലികോപ്റ്ററുകളുടെ ലാൻഡിംഗ് ഗാസിയാബാദിലെ ഹിൻഡൻ എയർഫോഴ്സ് സ്റ്റേഷനിൽ നടക്കും. ഈ ഹെലികോപ്റ്ററിനായി ഇന്ത്യയുടെ സൈന്യം ഒരു പ്രത്യേക ഫ്ലീറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. 15 മാസം മുമ്പ് ജോധ്പൂരിൽ അത് സംഭവിച്ചിരുന്നു. പക്ഷേ ഹെലികോപ്റ്ററിന്റെ വിതരണം നിർത്തിവെച്ചു. ലോകത്തിലെ ഭൗമ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറിയതും ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം വ്യാപാര താരിഫുകളിൽ തിരക്കിലായതുമാണ് ഇതിന് കാരണമായി കണക്കാക്കുന്നത്. പട്ടാൻകോട്ടിലും ജോർഹട്ടിലും ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഇതിനകം 2 സ്ക്വാഡ്രനുകൾ സജീവമാണെന്നും നമുക്ക് പറയാൻ സാധിക്കും. എന്തായാലും ഈ ഹെലികോപ്റ്ററിന്റെ പ്രത്യേകത ഇരുട്ടിൽ പോലും ആക്രമിക്കാൻ കഴിയുമെന്നുള്ളതാണ്. 2015 ഇന്ത്യ ഗവൺമെന്റ് 22 അപ്പാഷെ ഹെലികോപ്റ്ററുകൾക്കായി US-മായി ഒരു കരാർ ഉണ്ടാക്കിയിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. ആ ഓർഡറിന്റെ മുഴുവൻ ഡെലിവറിയും 2020 ജൂലൈയിൽ US ചെയ്തു. അതിനുശേഷം 2020 6 ഹെലികോപ്റ്ററുകൾ കൂടി വാങ്ങാൻ ഇന്ത്യ ഒരു കരാറിൽ ഏർപ്പെട്ടു. ഈ കരാർ പ്രകാരം 2024 മെയ് മുതൽ ജൂൺ വരെ ആദ്യ കൺസൈൻമെന്റ് വിതരണം ചെയ്യാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ അത് വൈകിക്കൊണ്ടിരുന്നു. അമേരിക്കൻ കമ്പനിയായിട്ടുള്ള ബോയിങ്ങും ടാറ്റയും ചേർന്ന് ഹൈദരാബാദിൽ ഒരു സംയുക്ത സംരംഭം നടക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. ഇവിടെ നിർമ്മിച്ച ഒരു അപ്പാഷെ ഹെലികോപ്റ്റർ 2023 ഇന്ത്യൻ സൈന്യത്തിന് ലഭിച്ചിരുന്നു. ഈ ഹെലികോപ്റ്ററിന്റെ പ്രത്യേകത ഇരുട്ടിൽ പോലും ആക്രമിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഇതിനു പുറമെ ഏത് കാലാവസ്ഥയിലും ഇതിന് കൃത്യമായിട്ടുള്ള ഡാറ്റ ലഭിക്കുകയും കൈമാറ്റം ചെയ്യാൻ കഴിയുകയും ചെയ്യും. ഈ ഹെലികോപ്റ്ററിന് നൈറ്റ് വിഷൻ നാവിഗേഷൻ എന്നുള്ള സംവിധാനമുണ്ട്. അതുകൊണ്ടാണ് ഈ ഇരുട്ടിൽ പോലും ഇതിന് കൃത്യമായി ലക്ഷ്യം കാണാൻ സാധിക്കുന്നത്. പോരാത്തതിന് സുരക്ഷയ്ക്കും സമാധാന പ്രവർത്തനങ്ങൾക്കും അപ്പാഷെ ഹെലികോപ്റ്ററുകൾ ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ അമേരിക്ക ഇന്ത്യയോട് പറഞ്ഞിരിക്കുന്നത്. അപ്പാഷെ AH-64 ഹെലികോപ്റ്ററിന്റെ മറ്റ് സവിശേഷതകൾ എന്ന് പറയാൻ ഹെലികോപ്റ്റർ ഒരു അമേരിക്കൻ ട്വിൻ ടർബോ ഷാഫ്റ്റ് ആക്രമണ ഹെലികോപ്റ്റർ ആണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ടെയിൽ വീൽ തരം ലാൻഡിംഗ് ഗിയറും 2 പേരടങ്ങുന്ന ഒരു ക്രൂവിന് കോക്പിറ്റുമുണ്ട്. മൂക്കിൽ ഘടിപ്പിച്ചിരിക്കുന്ന സെൻസറുകൾ നിയുക്ത ലക്ഷ്യം നേടുന്നതിനും രാത്രിയിൽ കാണുന്നതിനും സഹായിക്കുന്നു. ഇതിന് 30 mm M230 ചെയിൻ ഗണ്ണും മറുവശത്ത് ഫ്യൂസ്ലേജിന് കീഴിലുള്ള സ്റ്റോറുകൾക്കായി 4 ഹാർഡ് പോയിന്റുകളുമുണ്ട്. ഇവ AGM-114 ഹെയർ ഫയർ മിസൈലുകൾക്കും ഹൈഡ്ര 70 റോക്കറ്റുകൾക്കുമാണ്. ഈ ഹെലികോപ്റ്റർ നിലവിൽ US ആർമി, ഇസ്രായേൽ ആർമി, ബ്രിട്ടീഷ് ആർമി, സൗദി അറേബ്യൻ ആർമി എന്നിവ ഉപയോഗിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാകിസ്ഥാൻ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുടെ ഹൃദയമിടിപ്പ് വർദ്ധിക്കുകയാണ് ഈ ഹെലികോപ്റ്റർ ഒരു രാജ്യത്തിന് ലഭിച്ചാൽ എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ് ഈ ഹെലികോപ്റ്ററിന്റെ. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.